ക്യാൻസർ രോഗം തുടക്കത്തിലെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന എഫക്റ്റീവായിട്ട് ആളിനെ പൂർണ്ണമായും സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു രോഗമാണ്. എന്നാൽ പലപ്പോഴും 3-ാം സ്റ്റേജിലോ 4-ാമത്തെ സ്റ്റേജിലോ ലാസ്റ്റ് സിറ്റുവേഷനിലൊക്കെയാണ് ക്യാൻസർ രോഗം ഉണ്ട് എന്ന് തന്നെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചികിത്സ ഫലപ്രദമാകണമെന്നില്ല, രോഗി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ക്യാൻസർ രോഗം തുടക്കത്തിലെ കണ്ടെത്താൻ പറ്റാത്തത്? ശരീരത്തിലുള്ള പല ലക്ഷണങ്ങളും ക്യാൻസറിന്റെ ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ക്യാൻസറിന് തുടക്കത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയ മുഴകൾ, ചെറിയ നോഡ്യൂൾസ്, കടലകളുണ്ട്. ഇത് ക്രമേണ വലുതാകുന്നു, ഇല്ലെങ്കിൽ അതിന് വേദനയുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലുള്ള ചെറിയ മുഴകൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് പരിശോധിച്ചിരിക്കുക. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ സ്ഥലങ്ങളുടെ ഭാഗത്ത് ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും വിശദമായിട്ട് കണ്ണാടിയുടെ മുമ്പ് പോയി നിന്നിട്ട് പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മുഴയാണോ, ക്യാൻസർ ആണോ, തടിപ്പുണ്ടോ, കല്ലിപ്പുണ്ടോ, ഈ സ്ഥലത്തിന്റെ അഗ്രഭാഗത്ത് എങ്ങനെയുള്ള സ്കിൻ ചേഞ്ചസ് ഉണ്ടോ എന്നെല്ലാം പരിശോധിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ ശരീരഭാരം പെട്ടെന്ന് അങ്ങ് കുറയുന്നു. അതായത് 1-2 മാസം കൊണ്ട് 8 മുതൽ 10 കിലോ വരെ ശരീരഭാരം പെട്ടെന്ന് കുറയുന്നു. സാധാരണ നമ്മളിപ്പോൾ ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട്, എക്സസൈസിന്റെ ഭാഗമായിട്ട് ശരീരഭാരം കുറയും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ ശരീരഭാരം കുറയുന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസറിന്റെ എന്തെങ്കിലും ആണോ, മറ്റെന്തെങ്കിലും ലക്ഷണമാണോ എന്ന് പരിശോധിച്ചിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗം വന്നിട്ട് വിട്ടുമാറാതെ നിൽക്കുന്നു. ഉദാഹരണത്തിന് പനി വരുന്നു, പനി ഒന്ന് മരുന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറയുന്നു, വീണ്ടും 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്ന പനി, ശരീരത്തിൽ വരുന്ന ഇൻഫെക്ഷൻ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിലും ക്യാൻസറിന്റെ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കണം. എല്ലാത്തരം പനിയോ ഇൻഫെക്ഷൻസോ ക്യാൻസർ അല്ല കേട്ടോ, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ പല ഭാഗത്തും വരുന്ന വേദന. നിങ്ങൾക്ക് സന്ധി വാദമില്ല, യൂറിക് ആസിഡ് ഒക്കെ നോർമലാണ്, ജോയിന്റ്സിന് വലിയ നീർക്കെട്ടില്ല, പക്ഷെ പല ഭാഗങ്ങളിലും വേദന വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിലും ക്യാൻസറിന്റെ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഫൈബ്രോമയാൾജിയ പോലുള്ള കണ്ടീഷൻസിനും ദേഹം വേദന വരാം. എന്നാൽ അതല്ലാതെ നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ പെയിൻ ഉണ്ടെങ്കിലും അത് പരിശോധിക്കേണ്ട ആവശ്യമാണ്. ഇനി മലത്തിനകത്ത് പതിവില്ലാതെ രക്തം വിട്ടുമാറാതെ കാണുന്നു. ഇപ്പൊ പൈൽസ് രോഗമുണ്ടോ എന്ന് സംശയിച്ച് പൈൽസ് പരിശോധിച്ചു, ഇല്ല, ഫിഷറും അല്ല എങ്കിലും മലത്തിലെ രക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ക്യാൻസർ ആണോ എന്ന് നോക്കണം. മൂത്രത്തിലെ രക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എങ്കിൽ ക്യാൻസർ ആണോ എന്ന് നോക്കണം. പലപ്പോഴും മൂത്രത്തിൽ കല്ലുണ്ടെങ്കിലും കാണാം, എന്നാലും ഈ ഒരു സാധ്യത നോക്കണം. ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇടവിട്ട് വരുന്ന തലവേദന, വിട്ടുമാറാതെ തലവേദന നിൽക്കുന്നു, ക്യാൻസറിന്റെ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും വിശപ്പില്ലായ്മ, അമിതമായിട്ട് ക്ഷീണം, തളർച്ച ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കരളിന് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം. വായിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള മുഴകൾ, വിട്ടുമാറാതെ നിൽക്കുന്ന ചില മുറിവുകൾ, ശരീരത്തിന്റെ ഭാഗത്ത് വരുന്ന ചില മുറിവുകൾ മാറുന്നില്ല, അത് ക്യാൻസറിന്റെ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം. ഇങ്ങനെ ഓരോ ഭാഗത്ത് വരുന്ന ക്യാൻസറിനും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യും.